السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മുടെ റിയാദ് സാലിഹീൻ എന്ന ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബ് ആസ്പദമാക്കിയുള്ള ക്ലാസ്സിലാണ് നമ്മളുള്ളത്. ബഹുമാനപ്പെട്ട നവവി ഇമാം തൻ്റെ കിതാബിലൂടെ വിശ്വാസികളുടെ സ്വഭാവ സംസ്കരണവും ആത്മീയ ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ ആവശ്യമായ രൂപത്തിലുള്ള ഹദീസുകളെ അദ്ദേഹം ഒരുമിച്ച് കൂട്ടിയതാണ് ഈ കിതാബിൽ. നമ്മൾ ചർച്ച ചെയ്തിരുന്ന അധ്യായം നമ്മൾ അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്. അള്ളാഹു ഒരു വ്യക്തിയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ബോധം എല്ലാ സമയത്തും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായ ഘടകമാണ്. ആ ചാപ്റ്ററിൽ നിന്നുള്ള രണ്ടാമത്തെ ഹദീസാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ബഹുമാനപ്പെട്ട അൻ അബീദി ജുന്ദുബിൻ ജുനാദത റളിയല്ലാഹു അൻഹു വ അബി അബ്ദുറഹ്മാൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുമ, അബൂദർ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബി അബ്ദുറഹ്മാൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുമ ഇവർ രണ്ടുപേരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള പറഞ്ഞു, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, നീ എവിടെയായിരിക്കുമ്പോഴും അള്ളാഹുവിനെ നീ സൂക്ഷിക്കണം, അള്ളാഹുവിനെ കുറിച്ച് ബോധമുള്ളവനായിരിക്കണം. വാത്ബിഹി സയ്യിഅത അൽ ഹസനത തംഹുഹ, അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത, അള്ളാഹു നല്ലതല്ല എന്ന് പഠിപ്പിച്ച വല്ല കാര്യങ്ങളും നിന്നിൽ നിന്നുണ്ടായാൽ നീ ഉടനെ ആ തിന്മയെ മറച്ചു കളയുന്ന, തിന്മയ്ക്ക് പകരമാകുന്ന, അതിനെ മായ്ച്ചു കളയുന്ന ഒരു നന്മയെ നീ കൊണ്ടുവരണം. വഖാലിഖിന്നാസ ബിഖുലുഖിൻ ഹസനിൻ, ജനങ്ങളോട് ഏറ്റവും വശ്യമായ, ഏറ്റവും നല്ല സൽസ്വഭാവത്തോടുകൂടെ പെരുമാറുകയും ചെയ്യണം. പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ഈ ഹദീസിലൂടെ പറഞ്ഞത്. നമ്മുടെ ചർച്ചാ വിഷയം ആദ്യം പറഞ്ഞ കാര്യമാണ്. എന്താണ് ആദ്യം പറഞ്ഞത്? അള്ളാഹുവിനെ ഏത് സമയത്തും നമ്മൾ അള്ളാഹു എന്നെ കാണുന്നു, എന്നെ നിരീക്ഷിക്കുന്നു എന്ന ഒരു ബോധം നമുക്കുണ്ടായിരിക്കണം. ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, നീ എവിടെയായിരുന്നാലും ഏത് സന്ദർഭത്തിലായാലും അള്ളാഹു എന്നെ കാണുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്, അവൻ്റെ ഒരു അടിമയാണ് എന്ന ഒരു ബോധം നമുക്ക് എപ്പോഴും വേണം. രണ്ടാമത്തെ കാര്യം നോക്കൂ, നമ്മൾ എന്തെങ്കിലും വല്ല തെറ്റ്, പാളിച്ച, വല്ല പോരായ്മയും വന്നു പോയാൽ ആ തിന്മയെ മറക്കുന്ന ഒരു നന്മ നമ്മൾ വേഗത്തിൽ ചെയ്യണം. മൂന്നാമത്തെ കാര്യം പറഞ്ഞത്, ജനങ്ങളോട് ഏറ്റവും നല്ല സ്വഭാവം നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയണം. ഈ ഹദീസ് ബഹുമാനപ്പെട്ട തുർമുദി ഇമാമ് തൻ്റെ കിതാബിൽ ഉദ്ധരിച്ച ഹദീസാണ്. ഇനി മൂന്നാമത്തെ ഹദീസിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഇന്നത്തെ ഒന്നാമത്തെ ഹദീസിൽ 3 കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. നമ്മുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഒന്നാമത് പറഞ്ഞ കാര്യമാണ്. അള്ളാഹു നമ്മെ നിരീക്ഷിക്കുന്നു, കാണുന്നു എന്ന ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഇനി ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയ എല്ലാ പൊരുത്തവും കിട്ടിയ ഒരു വലിയ സ്വഹാബി കൂടെയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. മറ്റുള്ള സ്വഹാബികൾക്ക് പൊരുത്തമില്ല എന്നല്ല, ഒരു പ്രത്യേകമായ പരിഗണന കിട്ടിയ സ്വഹാബിയാണ്. ബഹുമാനപ്പെട്ടവർ പറയാണ്, കുന്തു ഖൽഫൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ, ഞാനൊരിക്കൽ തിരുനബിയുടെ കൂടെ പിന്നിൽ യാത്ര ചെയ്യുക.
ഒട്ടകപ്പുറത്ത് പിന്നിലിരുന്ന് യാത്ര ചെയ്യുകയാണ്. ഫഖാല, ആ സമയത്ത് റസൂലുള്ള പറഞ്ഞു, യാ ഗുലാം, ഓ പൊന്നു മകനെ, ഓ മകനെ, ഇന്നി അല്ലിമുക കെലിമാത്തിൻ. ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണല്ലോ, ചെറിയ പ്രായമുള്ള ആളുകൂടെയാണ് അന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അവരെ വിളിച്ചിട്ട് പറയാണ്, ഞാൻ നിനക്ക് 3 കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. ഇഹ്ഫദില്ല. ഒന്നാമത്തെ കാര്യം എന്താ? ഇഹ്ഫദില്ല യഹ്ഫദുക. അള്ളാഹു ഉണ്ട് എന്ന ബോധ്യം നിന്നെ എപ്പോഴും അള്ളാഹുവിനെ സൂക്ഷിക്കുക. അങ്ങനെയാണെങ്കിൽ യഹ്ഫദുക, അള്ളാഹു നിന്നെയും സൂക്ഷിക്കും. ഏത് ഘട്ടത്തിലും നമ്മൾ സന്തോഷവാന്മാരായിരിക്കുമ്പോഴാണ് പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹുവിനെ മറക്കുന്നത്. ഉദാഹരണമായിട്ട് പെരുന്നാൾ ദിവസം വരുന്ന സമയത്ത് നമ്മൾ മറ്റെല്ലാ കാര്യവും മറക്കും. അതോടുകൂടെ അള്ളാഹുവിനെ കൂടെ മറക്കുന്ന ഒരു ഘട്ടം ഉണ്ടാവാൻ പാടില്ല. നമുക്ക് സന്തോഷം വരുമ്പോഴും നമുക്ക് അള്ളാഹുവിനെ ഓർമ്മ വേണം. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അള്ളാഹുവിനെ ഓർമ്മ ഉണ്ടാവും. അതേസമയത്ത് സന്തോഷഘട്ടത്തിലും പ്രയാസഘട്ടത്തിലും എപ്പോഴും നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വേണം. അതുപോലെ ഏത് ഘട്ടത്തിൽ എവിടെയായിരുമ്പോഴും അള്ളാഹുവിനെ നമുക്ക് സൂക്ഷിക്കാനായാൽ അള്ളാഹു നമ്മയും സംരക്ഷിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്താ? 3 കാര്യം എന്ന് ഇവിടെ ഇല്ല കേട്ടോ. നേരത്തെ പറഞ്ഞപ്പോൾ 3 കാര്യം എന്ന് പറഞ്ഞു. റസൂലുള്ള ചില കാര്യങ്ങൾ ഞാൻ എന്നെ പഠിപ്പിച്ചു തരാമെന്നാണ് തൻ്റെ പിറകിൽ യാത്ര ചെയ്യുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പ്രത്യേകം ഉണർത്തിയത്. രണ്ടാമത്തെ കാര്യം എന്താ? ഇഹ്ഫദില്ലാ തജിദ്ഹു തുജാഹക. നീ അള്ളാഹുവിനെ കാണുന്നില്ല, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇങ്ങനെ സന്നിഹിതനായി നിൽക്കുന്നില്ല. പക്ഷെ അതേ സമയത്ത് നീ എപ്പോഴും അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ തജിദ്ഹു തുജാഹക, നീ എപ്പോഴും നിന്റെ മുമ്പിൽ അള്ളാഹുവിനെ നീ എത്തിക്കും. നമ്മളെപ്പോഴും സാധാരണഗതിയിൽ പറയാറുണ്ടല്ലോ, നമ്മളറിയാതെ അള്ളാഹു നമ്മെ കാത്തു എന്ന് പറയാറുണ്ടല്ലോ. അതാണ് അതിൻ്റെ അർത്ഥം. അതായത് നമ്മൾ അള്ളാഹുവിനെ പ്രത്യേകം പരിഗണിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു നമ്മയും പരിഗണിക്കുന്നത് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും എന്നർത്ഥം. അത് ആദ്യം പറഞ്ഞ കാര്യത്തിൻ്റെ തന്നെ ഒരു വിശദീകരണമായിട്ട് റസൂലുള്ള പറഞ്ഞതാണ്. ഇനി മറ്റൊരു കാര്യം പറയാണ്, ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. ഇനി ആരോടെങ്കിലും വല്ല കാര്യവും ചോദിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിനോട് ചോദിക്കണം. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ വല്ല കാര്യങ്ങളും വല്ല ആളുകളോടും സഹായം ചോദിക്കുകയാണെങ്കിൽ ഫസ്തഇൻ ബില്ലാഹ്, നീ അള്ളാഹുവിനോട് സഹായം ചോദിക്കണം. ഇത് നമുക്കൊക്കെ അറിയുന്ന വലിയൊരു ആശയമാണ്. കാരണം എന്താണ്? നമ്മൾ അടിമകളാണ്. അടിമകൾ എന്ന അർത്ഥത്തിൽ നമ്മുടെ ഉടമയ്ക്കാണ് എല്ലാം തരാനും എല്ലാം ചെയ്തു തരാനുള്ള അവകാശമുള്ളൂ എന്ന് മാത്രമല്ല, നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിന് മാത്രമേ യഥാർത്ഥത്തിൽ ഇതൊക്കെ ചെയ്തു തരാനും സാധിക്കുകയുള്ളൂ. അങ്ങനത്തെ അള്ളാഹുവിനോടെ നമുക്ക് ചോദിച്ചിട്ടും കാര്യമുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സംശയങ്ങൾ ഉണ്ടാവും, മറ്റുള്ള ഒരാളുടെയും സഹായം ചോദിക്കാൻ പാടില്ല എന്നാണോ? അപ്പോൾ നമ്മളെന്തൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹുവിനെ മാത്രമേ നമ്മൾ ചോദിക്കാൻ പാടുള്ളൂ, അവരോട് മാത്രമേ പറയാൻ പാടുള്ളൂ എന്നാണോ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് നമ്മൾ ഖുർആൻ എന്നും ഫാത്തിഹയിൽ ഓതാറുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആ പറഞ്ഞ അള്ളാഹു തന്നെ മറ്റു ചില കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് അള്ളാഹു തന്നെ ഇവിടെ നിർണയിച്ച ചില മനുഷ്യരുടെ സഹായത്തിന് വേണ്ടി അള്ളാഹു താല നിർണയിച്ച ചില വഴികളുണ്ട്. ആ വഴികളെ നമുക്ക് സ്വീകരിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. ഉദാഹരണമായിട്ട് റസൂലുള്ള ഒരു ഹദീസിൽ പറയുന്നുണ്ട്, നിങ്ങളെ രോഗം വന്നാൽ എന്ത് ചെയ്യണം? ചികിത്സിക്കണം എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഈ പറഞ്ഞ ഹദീസ് പ്രകാരം നമ്മൾ എന്താ ചെയ്യേണ്ടത്? രോഗം വന്നാൽ ഇപ്പം നമ്മൾ ഓതിയ ഹദീസ് പ്രകാരം നമ്മൾ രോഗം വന്നാൽ നമ്മൾ അള്ളാഹുവിനോടെ ചോദിക്കാൻ പാടുള്ളൂ, അള്ളാഹുവെ രോഗം മാറ്റിത്തരണേ. പക്ഷെ അതേ ഇത് പഠിപ്പിച്ച റസൂലുള്ള തന്നെ മറ്റൊരു സ്ഥലത്ത് എന്ത് പറയുന്നു? നിങ്ങൾ രോഗം വന്നാൽ ഡോക്ടറെ സമീപിക്കണം, ചികിത്സിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? മരുന്നിനോ നമ്മൾ എന്ത് ചെയ്യാണ്? നമുക്ക് രോഗം മാറാൻ വേണ്ടി മരുന്ന് കുടിക്കുകയാണ്. നമ്മൾ അള്ളാഹുവിനോട് പറയല്ലേ ചെയ്യുന്നത്. നമുക്ക് ഇതിനെ ചികിത്സിക്കാൻ പറ്റുന്ന ആളുകളോട് കാര്യം പറയാണ്, അവരുടെ സഹായം തേടുകയാണ്. അപ്പം ഈ പറഞ്ഞ പ്രയോഗം, നീ ആരോടെങ്കിലും സഹായം ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കാൻ പാടുള്ളൂ എന്നതിൻ്റെ അർത്ഥം എന്താണ്?
അത് റസൂലുള്ള മറ്റേ ഹദീസിലൂടെ പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹു പറഞ്ഞ മാർഗത്തിൽ നമുക്ക് സഹായം ചോദിക്കുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല. നമ്മൾ സ്വാഭാവികമായി ജീവിതത്തിൽ ആരോടൊക്കെ സഹായം ചോദിക്കേണ്ടി വരും, അതൊക്കെ സ്വാഭാവികമാണ്. പരസ്പരം സഹായിക്കണം, സഹകരിക്കണം എന്ന് റസൂലുള്ള ജീവിതത്തിൽ ഉടനീളം കാണിച്ചു തന്നതാണ്, നമ്മളെ പഠിപ്പിച്ചതുമാണ്. അങ്ങനെ അതൊരു ഷിർക്കായിരുന്നുവെങ്കിൽ നമ്മളോട് അത് ഏൽപ്പിക്കില്ലായിരുന്നല്ലോ. പിന്നെ ഇപ്പം എവിടെയാണ് പ്രശ്നം വരുന്നത്? ഈ പറഞ്ഞതിന് അർത്ഥം എത്ര മാത്രമാണ്? അള്ളാഹു ആകുന്ന നമ്മുടെ ഇലാഹിനെ ഇലാഹിനോട് മറ്റൊരു വസ്തുവിനെ, മറ്റൊരാളെ ഷിർക്ക് ചേർക്കുന്ന രൂപത്തിലുള്ള സഹായം പാടില്ല എന്നതിനർത്ഥമുള്ളൂ. അല്ലെങ്കിൽ എല്ലാ സഹായതട്ടവും പ്രശ്നമാണ്. നമ്മൾ ഡ്രൈവറെ വിളിക്കുന്നു, ഡ്രൈവറെ സഹായം തേടുന്നു. അതല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഏത് ഘട്ടത്തിലും മനുഷ്യർക്ക് മറ്റൊരു മനുഷ്യന് സഹായമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമാണ് ഈ പറഞ്ഞതിനർത്ഥം എന്താണ്? ഷിർക്ക് വരുന്ന രൂപത്തിലുള്ള സഹായതേട്ടമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതല്ലാത്ത സഹായതേട്ടങ്ങൾ പ്രശ്നമല്ല എന്ന് മാത്രമല്ല, അത് പല സഹായതേട്ടവും ഇസ്ലാമിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. മഹാന്മാരായ ആളുകൾ, ആ മഹാന്മാരോട് സഹായം തേടാമെന്നുള്ളത് വിശുദ്ധമായ ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഏതായാലും ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നീ ആരോടെങ്കിലും സഹായം ചോദിച്ചാൽ അള്ളാഹുവിനോടാണ് നീ ചോദിക്കേണ്ടത്. നമ്മൾ ചോദിക്കുന്നതും യഥാർത്ഥത്തിൽ ആരോട് തന്നെയാണ്? മഹാന്മാർ വഴി ചോദിക്കുകയാണെങ്കിലും നമ്മൾ മഹാന്മാർക്ക് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് ചോദിക്കുകയാണ്. അല്ലാതെ ഏതെങ്കിലും വലിയ അവരെ കുറിച്ച് നമ്മൾ ദൈവമാണ് അല്ലെങ്കിൽ ഇലാഹാണ്, ആരാധ്യനാണ് എന്ന വിശ്വാസം നമുക്ക് ആർക്കുമില്ലല്ലോ. ആ വിശ്വാസത്തോടു കൂടെ ചെയ്യുമ്പോൾ അയാളുടെ ഷിർക്ക് വരുന്നത്. ഏതായാലും ഇരിക്കട്ടെ. വാലം എന്നിട്ട് റസൂലുള്ള പറയാണ്, അന്നൽ ഉമ്മത ലബി ഇജ്തമഅത് അലാ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക. ഈ ഒരു സമുദായം മുഴുവൻ, നിന്റെ സമുദായം മുഴുവൻ നിനക്ക് വല്ല ഉപകാരവും ചെയ്യണമെന്ന് കരുതി എത്ര ആളുകൾ ഉണ്ടെങ്കിൽ പോലും അള്ളാഹു കണക്കാക്കാത്ത ഒരു കാര്യത്തെ അവർക്ക് ചെയ്യാൻ ഒരു ഉപകാരം നിനക്ക് ചെയ്തു തരാൻ സാധ്യമല്ല. അതുപോലെ തന്നെ വൈനിജ്തമൗ അലാ അൻ യദുറൂക ബിശൈഇൻ ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക. ഇനി ആരെങ്കിലും നിന്നെ പ്രയാസപ്പെടുത്തണമെന്ന് താല്പര്യപ്പെട്ടു വല്ലതും ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, അതിന് ഒരു വലിയ സമുദായം, ഒരു സംഘം മുഴുവൻ നിന്നെ പ്രയാസപ്പെടുത്താൻ കരുതിയാലും അള്ളാഹു കണക്കാക്കാത്ത, അള്ളാഹു തീരുമാനിക്കാത്ത ഒരു കാര്യത്തെ അവർക്ക് ഒരു പ്രയാസവും നിനക്കുണ്ടാക്കാൻ സാധ്യമല്ല. റുഫിയത്തിൽ അഖ്ലാം, അള്ളാഹുവിൻ്റെ വിധികളൊക്കെ നേരത്തെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. അതിനെ ആർക്കും മാറ്റം വരുത്താൻ കഴിയുകയില്ല. ജഫത്തി സുഹുഫു, അതൊക്കെ കൃത്യമായി ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി എന്നാണ് അതിൻ്റെ പദാനുപദാർത്ഥം. എന്നാൽ അള്ളാഹുവിൻ്റെ അടുത്ത് എല്ലാം വിധികളും നേരത്തെ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അടുത്ത് വിധികൾ എല്ലാം എന്താണ്? അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് നടക്കുന്നത്. മറ്റാർക്കും അതിനെ മാറ്റം വരുത്താനോ അതിനെ അള്ളാഹു തീരുമാനിച്ചതിൽ നിന്ന് വിഭിന്നമായ രൂപത്തിലാക്കാനോ ഒരാൾക്കും സാധ്യമല്ല. റവാഹു തുർമുദിയു, ബഹുമാനപ്പെട്ട തുർമുദി ഇമാം തന്നെയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചർച്ചാ വിഷയം ആദ്യം പറഞ്ഞ പോയിന്റ് ആണല്ലേ, അതായത് ഏത് ഘട്ടത്തിലും നമുക്ക് അള്ളാഹു നമ്മെ കാണുന്നുണ്ടെന്നുള്ള ബോധം ഉണ്ടെങ്കിൽ യഹ്ഫദുക, അള്ളാഹു നിന്നെ സൂക്ഷിക്കും എന്നാ പറഞ്ഞത്. അതായത് നമുക്ക് വല്ല പ്രയാസം വരുന്ന ഘട്ടത്തിൽ നമ്മെ പ്രത്യേകമായി അള്ളാഹു താല പരിഗണിക്കുമെന്നാണ് അതിനർത്ഥം. നമുക്ക് വല്ല പ്രയാസം വരുന്ന ഘട്ടത്തിൽ നമ്മൾ അള്ളാഹിനെ പരിഗണിക്കേണ്ട പോലെ പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മെ പരിഗണിക്കേണ്ട, നമുക്ക് വല്ല പരിഗണനയും ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ അള്ളാഹു നമ്മെ പ്രത്യേകം പരിഗണിക്കും എന്നർത്ഥം. ഇൻഷാ അല്ലാഹ് നമുക്ക് തൽക്കാലം ഇവിടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.